ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു താലി കെട്ടിയെന്നല്ലാതെ നമ്മൾ തമ്മിലൊരു മാരേജ് ലൈഫ് ഇല്ല എന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു പ്രതീക്ഷയുമില്ല നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു. മോളിപ്പിക്കൂ, രാജു കാത്തിരിക്കുന്നുണ്ടാവും. രാധമ്മ വല്ലാത്ത സങ്കടത്തില്. ഞാൻ അവിടെയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുമോ മാഡം? ഞങ്ങൾ ഈ 3 പേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായാലും അമ്മയ്ക്ക് വേദനിക്കും. പിന്നെ ശ്രീലക്ഷ്മി അമ്മയുടെ ഇളയ മോളല്ലേ. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി ആ രുക്മിണി ആന്റിയാ. അവര് പോയിസൺ ആണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത ആ രവി പിള്ളങ്ങള് ഇവരുടെ അത്രയും ദുഷ്ടനല്ലായിരുന്നോ? അയാളെ ഓടിച്ചും വിട്ടു. അമ്മയുടെ മകനല്ലേ ഹരീഷ്. അവരുടെ സ്വഭാവം കുറച്ചെങ്കിലും അവന് കിട്ടാതിരിക്കില്ലല്ലോ. ഏതായാലും ഞാൻ രാജുവിനെ കല്യാണം കഴിച്ചതാണല്ലോ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അല്ലെങ്കിലും ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല മാഡം. പണം പലിശയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കുന്നവരല്ലേ. ഇവരുടെയൊക്കെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജു, ഹരീഷിന് നമ്മുടെ ഈ കുടുംബത്തോടുണ്ടായ എല്ലാ അകൽച്ചയും ഞാൻ മാറ്റും. അത് എന്റെ വാശിയാ. അതുപോട്ടെ. പിന്നെ ഇന്നൊരു സന്തോഷകാര്യം ഉണ്ടായി. എന്ത്? ഞാനും വർമ്മസാറും കൂടി ഇന്ന് ഒത്തിരി നാളിന് ശേഷം ഹൃദയം തുറന്ന് സംസാരിച്ചു. എന്താ രാജു സംസാരിച്ച്? അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ എന്റെ മകളോട്. പക്ഷെ എനിക്കെന്നും അവൾ എന്റെ ജീവനായിരുന്നു. എന്റെ ഹൃദയാർത്ഥാണ് നിനക്ക് ഞാൻ അവളെ തന്നിരിക്കുന്നത്. നീ അവളെ വെറുക്കുകയോ മറക്കുകയോ ചെയ്യരുത്. അതെനിക്ക് സഹിക്കില്ല. ഇത്രയും മാത്രമേ സംസാരിച്ചുള്ളൂ? അതെ. എന്താ? ഒരു താലി കെട്ടിയെന്നല്ലാതെ നമ്മൾ തമ്മിലൊരു മാരേജ് ലൈഫ് ഇല്ല എന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു പ്രതീക്ഷയുമില്ല നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് മാഡം എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല രാജു. എന്നാ കിടക്കാം. ദാ ഇത്രയും നല്ലവളായ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് തുലയ്ക്കണമെന്നാ എന്റെ ആലോചന. ഋതിക മേഡത്തെ എനിക്ക് ജീവനാ. പക്ഷേ
എവിടെ ചെന്നൊരു ജോലി ചോദിക്കും? കൂലിപ്പണിക്ക് പോയ എന്നെ കൊണ്ടൊന്നും വയ്യ, എന്നെ കൊണ്ട് വയ്യ. പണ്ടേ വല്ല സർക്കാർ ജോലിയും തപ്പിപ്പിടിച്ചെടുക്കേണ്ടതായിരുന്നു. അതാണെങ്കിൽ പറ്റിയതുമില്ല. ആ എന്താടാ വന്ന് വായി നോക്കിയിരിക്കുന്നു? ആരത്? കീരി രമേശനാ? ആ, ആവശ്യം വന്നാലേ ഞാൻ കീരിയും പാമ്പൊക്കെ ആവും. ആ, അല്ലടാവേ, നീ എന്താന്ന് പണിക്കൊന്നും പോകുന്നില്ലേ? സമയമൊക്കെ ഇങ്ങനെ അതിക്രമിച്ചു പോയില്ലോടാ. എനിക്കാണെങ്കിൽ കൂലിപ്പണി വല്ല വശമില്ല അളിയ. ഈ വിയർക്കുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാ. തന്നെയല്ല, ഈ വിയർത്താലേ എന്നെ ഉറുമ്പ് കടിക്കും. ആണോ? ഇതിനെയാണ് വിയർപ്പിന്റെ അസുഖം എന്ന് പറയുന്നത്. എടാ, നീ അറബി നാട്ടിലെ വല്ല രാജകുമാരനായിട്ട് ജനിക്കേണ്ടായിരുന്നു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ, അതൊക്കെ പോട്ടെ. എളുപ്പത്തിൽ കാശ് സമ്പാദിക്കാനുള്ള പണി എന്താടാ ഗിരി? എളുപ്പത്തിൽ കാശ് സമ്പാദിക്കാനാണെങ്കിൽ ബാങ്ക് കൊള്ളയടിച്ചാ മതി. നടപ്പുള്ള വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയളിയ. ഇവൻ ഇട്ടൊരു വേല വെച്ചേക്കാൻ. എടാ, ഒരു വഴി പറഞ്ഞാടാ ഗിരി. കാശുണ്ടാക്കാനേ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം. ആ, എന്താ പറ. റോഡിലൂടെ വരുന്ന ഏതെങ്കിലും മുതലാളിമാരുടെ മുന്തിയ കാറിന് മുന്നിലേക്ക് നീ എടുത്തങ്ങ് ചാടുക. അവര് സിമ്പതി തോന്നി നിനക്ക് കാശ് തരും. അത് നല്ലൊരു ഐഡിയ ആണടാ ഗിരി. ആ, നീ കീരിലടാ, നീ മുതലാണ് മുതല ചക്കരേ. ആ വണ്ടി വേണ്ട, ദാരിദ്ര്യം വേറെ വണ്ടി നോക്കാം. അളിയാതെ നീ അവിവേകമൊന്നും നീ കാണിച്ചേക്കല്ലേ. പോടാ, ഞാൻ നോക്കിക്കോളാം. എന്താവോ ആവോ. രാധമ്മേ, എന്താ ഇത്? ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയാണോ? കരയില്ലേ രാധമ്മേ? ഓർത്തിട്ട് എനിക്ക് സഹിക്കത്തില്ല മോളെ. എന്നാലും ഹരീഷ് ഇങ്ങനെ മാറിപ്പോയല്ലോ. എല്ലാ കാര്യത്തിലും സ്നേഹവും വേണ്ട സമയത്ത് എന്റെ കുഞ്ഞിന് കരയാനെല്ലാം നേരമില്ലല്ലോ മോളെ. രാധമ്മ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. ഹരീഷിന് ശ്രീയെ വലിയ ഇഷ്ട. അവർ തമ്മില് യാതൊരു അഭിപ്രായ വ്യത്യാസവും കാണില്ല.